സാധാരണഗതിക്ക് ഈ ഇറച്ചിക്കറിയൊക്കെ വാങ്ങി വന്നാൽ നമ്മൾ രണ്ടുരുളക്കിഴങ്ങ് കിട്ടങ്ങനെ നീട്ടലല്ലേ. ഈ അടുത്തുണ്ടല്ലോ, ഞാൻ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ പോയപ്പോഴാട്ടെ ഈ ഒരു ഐറ്റം കഴിച്ചത്. അവർ കുഞ്ഞിപ്പത്തിരി 2-3 പേരൂടെ പറഞ്ഞ്, അത് ഞാൻ മറന്നു പോയിട്ടാ. ഇത് കഴിച്ചപ്പോണ്ടല്ലോ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പൊ തന്നെ ഞാൻ അവിടെ നിന്ന് ആ ഒരു റെസിപ്പിയൊക്കെ മേടിച്ചിട്ട് പിന്നെ ഈ ഇറച്ചിക്കറി ബാക്കിയാവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പായിരുന്നു ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ആദ്യം തന്നെ നമുക്ക് 1 കപ്പോളം പത്തിരിപ്പൊടിയില്ലേ അതായിട്ട് എടുത്തിരിക്കണേ. അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഉപ്പോട് ചേർത്ത് കൊടുക്കണം. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ടെ 1 കപ്പോളം തേങ്ങയും 2-3 ചെറിയ ഉള്ളിയും 1 ടീസ്പൂൺ ചെറിയ ജീരോട് ചേർത്തിട്ട് ഒന്നങ്ങോട്ട് ഒതുക്കിയിട്ട് അരിപ്പൊടിയിലോട്ട് ഇട്ടോളൂ കേട്ടാ. ഇനി നന്നായിട്ട് അങ്ങനെ വെട്ടി തളച്ചോണ്ടിരിക്കുന്ന വെള്ളമില്ലേ, ആ വെള്ളം ഒഴിച്ചിട്ട് വേണട്ടോ നമ്മൾ ഈ ഒരു പൊടി വാട്ടിയെടുക്കാനായിട്ട്. ഇനിയാണ് ഇതിന്റെ പ്രധാന കലാപരിപാടി എന്ന് പറഞ്ഞാൽ ഷേപ്പാക്കി എടുക്കണം. നല്ല ക്ഷമയുള്ളൊരു 3-4 ആൾക്കാരെ ഇങ്ങോട്ട് വിളിച്ചോട്ടാ. എന്നിട്ട് എല്ലാവരുടെ വട്ടത്തിൽ കൂടി ഇരുന്നിട്ട് കുറച്ച് സൊറയൊക്കെ പറഞ്ഞിട്ട് ഇതേപോലെ അങ്ങോട്ട് ഷേപ്പാക്കി എടുത്തോളൂ കേട്ടാ. ഇനി ഉണ്ടല്ലോ കൈയോടുകൂടി തന്നെ ഇതിൽ ചെമ്പിൽ വെള്ളം വെച്ച് ചൂടാക്കിയിട്ട് നമുക്ക് ഈ സാധനം ഇട്ടിട്ട് ആവിയിൽ അങ്ങോട്ട് വേവിച്ചെടുക്കുക. ഇനി അങ്ങോട്ട് വെന്തിട്ട് അതിൻ്റെ ആ ഒരു ചൂടൊന്നും അങ്ങോട്ട് ആർക്കോട്ടെ കേട്ടാ. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ടെ കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടെ ഒരു കറുമുറ പാകം എന്ന് വെച്ചാൽ അരഞ്ഞോന്ന് ചോദിച്ചാൽ അരഞ്ഞില്ലേന്ന് ചോദിച്ചാൽ ഒട്ടും അരഞ്ഞിട്ടില്ല. ഇനി ഇതിനൊരു പാനിലോട്ട് വെച്ചിട്ടേ നന്നായിട്ട് അതിന് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞിപ്പത്തിൽ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ആ ബാക്കി വന്നിരിക്കുന്ന ബീഫ് കറിയോട് ചേർത്തോളൂ കേട്ടാ. ഇനി ഇത് അവിടെ കിടന്നിട്ടേ നന്നായിട്ട് അങ്ങനെ ഡ്രൈ ആയി വരുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമുക്ക് കുറേശ്ശെ ഗരം മസാലപ്പൊടി, കുരുമുളകിന്റെ പൊടി, മല്ലിയിലും ഉപ്പും കൊണ്ട് ചേർത്തിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് ഒരു കുഴമ്പൻ പാകമാകുമ്പോൾ തീ ഓഫ് ചെയ്തോളൂ കേട്ടാ. ഇതിങ്ങനെ ഇരിക്കുന്നതോറും നന്നായിട്ട് കുറുകി വരും.